അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധിയുടെ വസന്തകാലവും പുണ്യങ്ങളുടെ പൂക്കാലവുമായ റമദാനു ശരീഫിൻ്റെ കാരുണ്യത്തിൻ്റെ 10 നമ്മളോട് വിട പറയാൻ പോവുകയാണല്ലോ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുത്തെ സ്വഹാബ കിറാമുകളോട് പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവിയിൽ തടിച്ചുകൂടിയ സ്വഹാബ കിറാമുകളോട് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നു, സ്വഹാബികളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെയോ? കഥ എന്ന് കേട്ടപ്പോൾ സ്വഹാബ കിറാമുകൾ പുണ്യനബിയോട് പറഞ്ഞു, അതേ റസൂലേ, ഞങ്ങൾക്ക് കഥ കേൾക്കാൻ പൂതിയാകുന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ തൻ്റെ സ്വഹാബ കിറാമുകളോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബികളെ, ഞാൻ പറയാൻ പോകുന്ന കഥ ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേൽ സംഭവിച്ച ഒരു കഥയാണ്. അതും ഒരു പെണ്ണിൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരുണ്യത്തിൻ്റെ കേദാരമായ അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ കഥയിലൂടെ കേൾപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബ കിറാമുകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊടുത്ത കഥ. സ്വഹാബികളെ, ബനി ഇസ്രായേലിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ സുന്ദരിയായിരുന്നു, സുമുഖിയായിരുന്നു, കാണാൻ അഴകുള്ളവളായിരുന്നു. ഓരോ പ്രഭാതം വിടർന്നു കഴിഞ്ഞാൽ അവൾ തൻ്റെ പൂവാലന്മാരെ സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോകുന്ന പെണ്ണായിരുന്നു അവൾ. എന്നിട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന പൂവാലന്മാർക്ക് മുമ്പിൽ തൻ്റെ മജ്ജയായ മാംസത്തെ സമർപ്പിച്ച് അതിലൂടെ വരുമാനം നേടി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യഭിചാരിയായ പെണ്ണായിരുന്നു അത്. ഒരു ദിവസം അവൾ തൻ്റെ നീചപ്രവൃത്തിക്ക് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്നും അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ചെരുപ്പുകളൊക്കെ അണിഞ്ഞുകൊണ്ട് അവൾ നടന്നു പോവുകയാണ്. വിജനമായിരിക്കുന്ന മരുഭൂമിയിലൂടെ അവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കിണർ കാണുന്നു. ആ കിണറിൻ്റെ അടുക്കിലേക്ക് ധാരാളം പെണ്ണുങ്ങൾ വെള്ളം കോരുവാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ സമയത്താണ് ഒരു പട്ടി അങ്ങോട്ട് ആ സ്ഥലത്തേക്ക്, ആ കിണറിനരികിലേക്ക് നടന്നു വരുന്നത്. ഈ പട്ടിയെ കണ്ടപ്പോൾ ആ പെണ്ണുങ്ങളെല്ലാം കല്ലെടുത്ത് ആ പട്ടിയെ ആട്ടിയോടിക്കുന്നു. വേദന സഹിച്ചുകൊണ്ട് ആ പട്ടി തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ആ പെണ്ണുങ്ങളെല്ലാം വെള്ളം കോരി അവരെ വീടുകളിലേക്ക് പോയപ്പോൾ വീണ്ടും ആ പട്ടി കിണറിൻ്റെ അരികിലേക്ക് വന്നിട്ട് ആ കിണറ്റിലേക്ക് നോക്കി അതിൻ്റെ നാക്ക് നീട്ടി നിൽക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ആ പെണ്ണിനിക്ക് മനസ്സിലായി, ഈ പാവപ്പെട്ട പട്ടി ദാഹിച്ചിട്ടാണ് ഈ കിണറിലേക്ക് നോക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പട്ടിക്ക് വെള്ളം കൊടുക്കാതെ ഞാൻ മുമ്പോട്ട് പോകുകയില്ല എന്ന് മനസ്സിലാക്കി അവൾ തൻ്റെ കാലിൽ അണിഞ്ഞ ഷൂ ഊരി തൻ്റെ ഷാളിൽ ബന്ധിപ്പിച്ച് ആ കിണറിലേക്ക് ഇറക്കി ആ കിണറിൽ നിന്നും വെള്ളം മുക്കി ആ പട്ടിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. അത്യാർത്തിയോടുകൂടെ ആ പട്ടി വെള്ളം കുടിച്ച് നന്ദിപൂർവ്വം വാലാട്ടി ആ പട്ടി തിരിഞ്ഞോടുന്നു. അവൾ തൻ്റെ ഷൂ അണിഞ്ഞ് തൻ്റെ ഷാൾ അണിഞ്ഞ് തൻ്റെ പൂവാലന്മാരെ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. അവളുടെ ഭംഗി കണ്ട്, അവളുടെ സൗന്ദര്യം കണ്ട് വിദൂര ദിക്കിൽ നിന്നും അവളിലേക്ക് അടുത്ത് വരികയാണ് യുവാക്കൾ. അങ്ങനെ അതിലൂടെ വരുമാനം നേടി അവൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദിനങ്ങൾ ഒന്നിന് പിറകെ ഇപ്രകാരം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു സഹാബ. ഒരു ദിവസം ആ പെണ്ണിനിക്ക് ഒരസുഖം പിടിപെട്ടു. വീട്ടുകാർ അവളെ ശുശ്രൂഷിച്ചു. പല ഡോക്ടർമാരെയും വൈദ്യന്മാരെയും കാണിച്ചു. പക്ഷേ ഒന്നും ഫലപ്രദമാകുന്നില്ല. അവളുടെ ശരീരത്തിലൂടെ മുറിവുകൾ വരികയാണ്. ആ മുറിവിലൂടെ രക്തവും ചെലവും ഇതാ പുറത്തേക്ക് വരുന്നു. അസഹ്യമായ വേദന, അസഹ്യമായ സ്മെല്ലടിച്ചപ്പോൾ, വാസന വന്നപ്പോൾ ആ വീട്ടുകാർ ആ പെണ്ണിനെ അവളെ വീട്ടിൽ നിന്നും ഇടിച്ചു വലിച്ച് വിജനമായ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഇട്ടു. സഹാബ, ആരാരും സഹായിക്കാനില്ലാതെ, ഒരിറ്റ് പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ആ മരുഭൂമിയുടെ അഗാധഗർത്തത്തിൽ ആ പെണ്ണ് കിടന്ന് എന്നേക്കുമായി വിട പറഞ്ഞുപോയി. ഈ പെണ്ണിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്വഹാബികൾ ഒന്നടങ്കം അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, അവൾ പരാജയപ്പെട്ടവളാണ്. അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അവൾ അള്ളാഹുവിൻ്റെ ശാശ്വതമായ നരകത്തിൽ കടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം അവരുടെ ജീവിതം മുഴുവനും വ്യഭിചാരത്തിലൂടെ നടന്നുപോയവളാണ്, അതിലൂടെ ജീവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല.
ഇത് കേട്ട ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോകം ഒന്നടങ്കം അവിടെ വെറുത്തപ്പോൾ അള്ളാഹു ആ പെണ്ണിനെ വെറുത്തിട്ടില്ല. ജീവിതകാലം മുഴുവനും വ്യഭിചാരിയായതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതേ റസൂലേ, എന്നാൽ അള്ളാഹു ആ പെണ്ണിനെ വെറുത്തിട്ടില്ല. അവൾ കൂടുതൽ നന്മകളൊന്നും ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതം മുഴുവനും വേണ്ടാവൃത്തിയിൽ ജീവിച്ച ആ പെണ്ണ് ദാഹിച്ച പരവശയായ ആ പട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം മുക്കി കൊടുത്ത കാരണത്താൽ നാളെ എൻ്റെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ സൗഭാഗ്യം ആ പെണ്ണിനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. കാരുണ്യവാനായ തമ്പുരാൻ ആ പട്ടിക്ക് ആ പെണ്ണ് വെള്ളം മുക്കി കൊടുത്ത കാരണത്താൽ അവളുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു സഹാബ. എന്നിട്ട് പ്രവാചക പൂമേനി പറഞ്ഞു, യർഹമു മംഫിൽ അർളി യർഹമുക്കും മംഫിസ്സമാ. നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർ നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശ ലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. കാരുണ്യവാനായ തമ്പുരാൻ എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണ്. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്തട്ടാത്ത റബ്ബ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ എന്ന് മഹാനായ തായ് ഉസ്താദ് പറഞ്ഞല്ലോ. ഈ കാരുണ്യത്തിൻ്റെ 10 വിട പറയുമ്പോൾ കരുണക്കടലായ തമ്പുരാൻ അവൻ്റെ കാരുണ്യം നമ്മിലേക്ക് കൂടുതൽ വർഷിക്കട്ടെ. ഈ പുണ്യമായ കാരുണ്യത്തിൻ്റെ 10ൻ്റെ ഹക്ക് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റുകളും വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.